ഹലോ ഗൈസ്, രമേശ് സി പി പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ INFJകളുടെ പ്രണയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. ഏതെങ്കിലും ആളുകൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് വിടുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു INFJ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ INFJയുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് അറിയിക്കാം. അപ്പോൾ INFJ പ്രണയങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു INFJ മെയിലിൻ്റെ അവസ്ഥ എടുത്ത് നോക്കാം. INFJ മെയിലിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ നമുക്കറിയാവുന്നതാണ്. വളരെ കമ്പാഷനേറ്റായ, മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് സ്നേഹമുള്ള, വളരെ സമാധാനം ആഗ്രഹിക്കുന്ന, വളരെ പാഷനേറ്റായിട്ടുള്ള, വളരെ നാണംകുണികളായ അങ്ങനെയുള്ള ആളുകളാണ്. ശാന്തസ്വരൂപരായ രീതിയിലുള്ള ആളുകളാണ് INFJ മെയിൽസ് എന്ന് പറഞ്ഞാൽ. അവർ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവും, പെട്ടെന്ന് നെർവസ് ആവും, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ INFJകൾ പൊതുവെ വളരെ പാഷനേറ്റായ ആളുകളായതുകൊണ്ട് തന്നെ അവർ പ്രണയത്തെക്കുറിച്ചും അവർക്ക് വളരെ പാഷനേറ്റായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഉണ്ടായിരിക്കുക. അത് ചുമ്മാ പേരിനൊരു പ്രണയം അല്ലെങ്കിൽ പേരിനൊരു ജീവിതം അങ്ങനൊരു സാധനമല്ല അവർ കരുതുക. അവരെ പാർട്ട്ണറോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം, അങ്ങനെ ഒരു സാധനം ഒക്കെ ആഗ്രഹിക്കുക. അവർ നല്ല രീതിയിൽ ഗിവേഴ്സാണെന്ന് വെച്ചാൽ പാർട്ട്നേഴ്സിന് നല്ല രീതിയിൽ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അവർ ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് നോക്കിയില്ലെങ്കിലും പാർട്ട്ണറിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും. അതുപോലെ നല്ല രീതിയിൽ പാർട്ട്ണറെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും. ഉള്ളു തുറന്ന് സംസാരിക്കും. അവർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അതേപോലെ തന്നെ നല്ല കടലേഴ്സ് ആയിരിക്കും. നല്ല രീതിയിൽ ഹഗ് ചെയ്യും. ബെഡിലൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന, നല്ല രീതിയിൽ കഡിൽ ചെയ്യുന്ന, ഫോർ പ്ലേനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന, പാർട്ട്ണറെ ഒരുപാട് ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ലൈംഗികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ആളുകളാണ് INFJ മെയിൽസ് എന്ന് പറയുന്നത്. INFJ മെയിൽസിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ പ്രണയത്തിൽ അവർ എങ്ങനെയായിരിക്കും. പ്രണയം എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുക, ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം പ്രണയം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്നൊരു സാധനം. അതായത് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം. അപ്പോൾ എല്ലാ INFJ മെയിൽസും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും. അത് അവരെങ്ങനെയാണോ വളർന്നു വന്നത്, അവരൊരു പ്രായം എന്താണ്, അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ INFJകൾ പൊതുവെ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ജീവിതത്തെക്കുറിച്ച് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ കിട്ടും. പൊതുവെ INFJ മെയിൽസ് പറഞ്ഞാൽ ലേറ്റ് ബ്ലൂമേഴ്സാണ്. കുറേ കാലം കഴിഞ്ഞിട്ടാണ് അവരൊരു സ്ഥിരതയൊക്കെ വരുന്നുണ്ടായിരിക്കും. ഏകദേശം ഒരു അവസ്ഥയിൽ പലപ്പോഴും ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൊക്കെ ആയിരിക്കും. അപ്പോൾ INFJകളുടെ പ്രണയത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് INFJ ഒരു മെയിലിൻ്റെ നല്ലൊരു പ്രണയിനിയാവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അടിപൊളി പാർട്ട്ണർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചോദിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാനിവിടെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ വായു ഒന്ന് കെട്ടി പിടിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ്. അല്ലാണ്ട് ഫിസിക്കലി എന്തെങ്കിലും കുറേ പ്ലഷർ ഉണ്ടാക്കുക, അങ്ങ് ഒരു സെക്സിൽ ഏർപ്പെടുക, അങ്ങനെ ഒരു മനുഷ്യരല്ല അവർ. അവരെ സംബന്ധിച്ചോളം വളരെ പാഷനേറ്റായ, സോൾഫുള്ളായിട്ടുള്ള, ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ രണ്ടുപേർക്കും കിട്ടുന്ന രീതിയിലുള്ള, പ്രത്യേകിച്ച് പാർട്ട്ണറെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഹഗ്ഗിങ്, കഡിലിങ്, കിസ്സിങ്, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അവർ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പനിയോ അതേപോലെ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സങ്കടപ്പെട്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം സന്തോഷിപ്പിക്കാൻ അവർ ശ്രമിക്കും. അവർ പൊതുവെ സോഷ്യൽ ബാറ്ററി വളരെ കുറവുള്ള ആളുകളാണ് INFJ മെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവർ പ്രണയത്തിൽ എത്തുന്ന സമയത്ത് പാർട്ട്ണറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒരുപാട് എക്സ്ട്രോവേർട്ടഡായ രീതിയിൽ ബിഹേവ് ചെയ്യും. ഒരുപാട് തമാശകൾ പറയും, നിങ്ങളോട് ഒരുപാട് സംസാരിക്കും. ഈ സംസാരത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ലോകം പാർട്ട്ണറോട് സംസാരിക്കുക എന്നുള്ളത് അതൊരു ആത്മാർത്ഥതയായിട്ടാണ് പലപ്പോഴും INFJ മെയിൽസ് എടുക്കുക. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഷെയറിങ് എന്ന് പറഞ്ഞ വിധത്തിൽ വളരെ കെയറിങ് ആണ് അവർ. അപ്പോൾ എനിക്കിത് എങ്ങനെ ഒരു സാധനമുണ്ട്, എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങനെയുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ കഥകൾ, കവിതകൾ ഇതൊക്കെ പറഞ്ഞ് എഴുതി തരിക, നിങ്ങളുടെ പേരിൽ ബുക്ക് പബ്ലിഷ് ചെയ്യുകയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ എന്താ പറയുക, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെയിൻ എടുക്കുകയും നിങ്ങളുടെ അടുത്ത് മാക്സിമം സമയം ഇരിക്കാൻ നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുകയൊക്കെ ചെയ്യും. അത് ടെക്സ്റ്റിങ്ങിലൂടെയും ഫോൺ കോൾസിലൂടെയും ഒക്കെ, ചിലപ്പോൾ ഫോണിലൂടെയൊക്കെ ഇങ്ങനെ ഇത് കരയും. അങ്ങനെയുള്ള പച്ചരക്കിട INFJ മെയിൽസ് വളരെ പെട്ടെന്ന് സങ്കടം വരും. അവർക്ക് പെട്ടെന്ന് ഇമോഷണലാവും, ഭയങ്കര സെൻസിറ്റീവാണ്, വളരെ ഇന്നസെൻ്റാണ്, വളരെ ചൈൽഡിഷ് ആയിട്ടൊക്കെ ചിലപ്പോൾ പെരുമാറും. സ്വയം ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു സൈഡും ഒക്കെ ഉണ്ടായിരിക്കും. വളരെ മൃദുലമായ സോഫ്റ്റായ ഒരു സൈഡ്. അപ്പോൾ അവർ പ്രണയത്തിൽ ഈ സാധനമൊക്കെയാണ് അവർ കാണിക്കുന്നുണ്ടായിരിക്കും പാർട്ട്ണറോട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ INFJ മെയിലുണ്ടെങ്കിൽ, നിങ്ങൾ അവരുമായി പ്രണയത്തിലാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി പോലുള്ള ഒരു സാധനമായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അത്യാവശ്യം ഒരു ഗ്രൗണ്ടഡായ ഒരു INFJക്ക് മാത്രമേ അങ്ങനെ നടക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവസ്ഥ എന്ന് വെച്ചാൽ അവർ നമുക്കൊരു ബാധ്യതയാവും. അതായത് ഒക്കെ ഓവറായിരിക്കും, അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല. ഈ രണ്ട് എക്സ്ട്രീം ലെവലായിരിക്കും അവർ.
അപ്പോൾ നമ്മളൊരു അത്യാവശ്യം ലൈഫിൻ്റെ ഒരു സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ് നമ്മളിതിൻ്റെ ഒരു ഏകദേശം ഒരു ബാലൻസ്ഡായ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടതായിരിക്കുക. ആ സ്റ്റേജ് അടിപൊളിയാണ്. പിന്നെ ആരും പെർഫെക്റ്റ് ഒന്നുമല്ലല്ലോ. അപ്പോൾ അവർക്ക് എവിടെയാണോ വീക്കായിട്ടുള്ള സംഭവമുള്ളത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക, കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള സാധനമാണ്. എന്തായാലും ഒരു INFJ മെയിൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സംഭവമൊക്കെ അടിപൊളിയായിരിക്കും. അങ്ങനെ കുറേ സംഭവമാണ്. അങ്ങനെ